വാർധ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തെത്തി 150 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ കാറ്റ് വീശുന്നത്. കാറ്റ് ഇപ്പോൾ ആന്ധ്ര തീരത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട്ടിൽ നല്ല മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് അല്പം ശമനമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, തമിഴ്നാട് തീരത്തെത്തിയ കാറ്റ് 150 കിലോമീറ്റർ വേഗത്തിലാണ് കരതൊട്ടത്. ഇപ്പോൾ ആന്ധ്ര തീരത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്താണ് കാറ്റ് സംബന്ധിച്ച്? മനു, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് 2 പേർ മരിച്ചതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ അത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും 2 പേര് മരണപ്പെട്ടു എന്നുള്ള ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് നൽകാനുള്ളത്. ഇപ്പോൾ 10,000-ഓളം പേരെ ആശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്ധ്ര തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ 54 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 10,000-ഓളം പേരെ ആശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരോട് സർക്കാർ വീടിന് പുറത്തിറങ്ങരുത് എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തമിഴ്നാടിനെ അല്ലെങ്കിൽ ആന്ധ്ര തീരങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വർധ ആഞ്ഞു വീശിയത്. അടുത്ത 1 മണിക്കൂർ കൂടി കാറ്റ് വീശാൻ സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മഴ നാളെ വൈകിട്ട് വരെ തുടരും എന്നുള്ളതും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നുള്ള 17 ട്രെയിനുകൾ ഇതിനോടകം തന്നെ റദ്ദാക്കി കഴിഞ്ഞു. ചുഴലിക്കാറ്റ് ജനജീവിതത്തെ സാരമായി ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. റെയിൽ, റോഡ്, വ്യോമഗതാഗതങ്ങൾ താറുമാറായിരിക്കുകയാണ്. 10,000-ഓളം വൻ മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീണിരിക്കുന്നു. ആന്ധ്ര തീരത്ത് നിന്ന് 10,000-ഓളം പേരെ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി 54 ദുരിതാശ്വാസ കേന്ദ്രങ്ങളും തുറന്നിട്ടുണ്ട്. അവരുടെ നമ്പരൊക്കെ തന്നെ, അവിടെ ബന്ധപ്പെടേണ്ട നമ്പരൊക്കെ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരണം. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ വെള്ളവും മറ്റ് അവശ്യ വസ്തുക്കളും എല്ലാം തന്നെ ശേഖരിച്ചു വെച്ചിരിക്കണം എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പുകൾ. സുരക്ഷ കണക്കിലെടുത്ത് ചെന്നൈ, കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിലും മറ്റ് കടലോര താലൂക്കുകളിലും ഒക്കെ തന്നെ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ തിങ്കളാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നടത്താനിരിക്കുന്ന അണ്ണാമലൈ സർവകലാശാല നടത്താനിരിക്കുന്ന പരീക്ഷകളൊക്കെ തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കരയിലേക്ക് കടന്നതിന് ശേഷം ഇപ്പോൾ വർധ ആന്ധ്ര തീരങ്ങളിലേക്ക് ആഞ്ഞു വീശിയിരിക്കുകയാണ്. ആന്ധ്രയിലേക്ക് വീശുമ്പോൾ തന്നെ ആന്ധ്രയിലേക്കും വേണ്ടുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാർ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ഒരു ദാരുണമായിട്ടുള്ള അവസ്ഥയാണ് തമിഴ്നാട്ടിൽ നൽകുന്നത്. അതുപോലെ തന്നെ സ്കൂളുകൾക്കും കോളേജുകൾക്കും സർക്കാർ മേഖലയ്ക്കും ഒക്കെ തന്നെ അവധി നൽകിയിരിക്കുകയാണ് സർക്കാർ. അടുത്ത 1 മണിക്കൂർ കൂടി വീശാൻ സാധ്യതയുണ്ട്. കാറ്റിൻ്റെ ഗതി അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഏത് സമയം വേണമെങ്കിലും അത് അതിവേഗം ആഞ്ഞു വീശാം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അടുത്ത 1 മണിക്കൂർ കൂടി കാറ്റ് വീശുമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും കാറ്റിൻ്റെ ഗതി മാറിയിട്ടുണ്ടെങ്കിലും അല്പം വേഗത്തിൽ തന്നെയാണ് അത് വീശിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ വൈകിട്ട് വരെ മഴ നല്ല രീതിയിൽ പെയ്യും എന്നുള്ളതാണ് സർക്കാർ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ചെന്നൈയിൽ നിന്നുള്ള 17 ട്രെയിനുകളാണ് ഇതുവരെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 17 ട്രെയിനുകളാണ് റദ്ദാക്കിയത്. അത് ചെന്നൈയിൽ നിന്നും വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന തീവണ്ടികളാണ് ഈ ചുഴലിക്കാറ്റ് കാരണം റദ്ദ് ചെയ്തിരിക്കുന്നത്. ജനജീവിതത്തെ സാരമായി ബാധിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ വേണ്ടി. റെയിൽ, റോഡ്, വ്യോമഗതാഗതങ്ങൾ, അതുപോലെ തന്നെ ടെലിഫോൺ ബന്ധങ്ങൾ ഇത്തരത്തിൽ ജനജീവിതത്തെ സാരമായി ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. സേനകളെ ചെന്നൈയിൽ ഇറക്കിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. കര, നാവിക, വ്യോമ, തീരസംരക്ഷണ സേനകളെ ചെന്നൈയിൽ വിന്യസിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി. കര, നാവിക, വ്യോമസേനകളെയൊക്കെ തന്നെയും എല്ലാ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സർക്കാർ മുൻകൂട്ടി തന്നെ ചെയ്യുന്നുണ്ട്. കേന്ദ്രത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ജനങ്ങൾക്ക് വേണ്ടി നൽകും എന്നുള്ളത് തന്നെയാണ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ. എല്ലാ രീതിയിലുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഇതുവരേക്കും മരണസംഖ്യ ഉയർന്നതായി കണക്കാക്കപ്പെടുന്നില്ല. 2 പേരാണ്. അതും സർക്കാർ ഔദ്യോഗികമായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. 2 പേർ മാത്രമാണ്. അത് ആരെന്നോ അവരുടെ പേരുവിവരങ്ങളോ ഒന്നും തന്നെ ഇതുവരെയ്ക്ക് ലഭ്യമായിട്ടില്ല. 2 പേർ മാത്രമാണ് ഇത്തരത്തിൽ മരണപ്പെട്ടു എന്നുള്ള വാർത്ത. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, പേരുവിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് ഔദ്യോഗികമായിട്ടുള്ള വാർത്തയുമല്ല. അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ചെന്നൈയിൽ നടക്കുന്നത്. കേന്ദ്ര വ്യോമ ഗതാഗതങ്ങൾ താറുമാറായെങ്കിൽ പോലും കേന്ദ്രസേനയെ വിന്യസിച്ചുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കപ്പെടുവാനുള്ള പല രീതിയിലുള്ള
വേണ്ടിയുള്ള ശ്രമങ്ങളും സർക്കാർ എടുക്കുന്നുണ്ട്. ധന്യ. റിനു, അല്പസമയം മുമ്പ് പനീർസെൽവത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്നിരുന്നു. യോഗ തീരുമാനങ്ങളെ കുറിച്ചുകൂടി. ഇത്തരത്തിൽ ഉണ്ടായ ഒരു വർധ ചുഴലിക്കാറ്റ് പ്രതീക്ഷിച്ചിരുന്നതിലും അതിദാരുണമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഒരു ആഞ്ഞു വീശിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് സംരക്ഷണം നൽകാനാകും എന്നുള്ളത് തന്നെയായിരുന്നു മുഖ്യ ചർച്ച. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കേന്ദ്രത്തോട് ഇത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ അഭ്യർത്ഥിക്കുക, ഇത്തരത്തിലുള്ള ഒരു ചർച്ച തന്നെയായിരുന്നു. ജനജീവിതത്തെ സാരമായി ബാധിച്ച ഈ വർധ ചുഴലിക്കാറ്റിനെ ഏത് രീതിയിലും ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകുക എന്നുള്ളത് തന്നെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു. 10,000-ഓളം പേരെ ആശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആരും വീടിന് പുറത്തിറങ്ങരുത്, നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളും മറ്റ് വെള്ളവും മറ്റ് അവശ്യ വസ്തുക്കളും നിങ്ങൾ തന്നെ കരുതുക. നിങ്ങൾ യാതൊരു രീതിയിലുള്ള സർക്കാർ പറയുന്ന അല്ലെങ്കിൽ അധികൃതർ പറയുന്ന അത് അനുസരിക്കുക, ഇല്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും നമുക്കുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ സർക്കാർ പറയുന്ന അധികാരികൾ ഉദ്യോഗസ്ഥർ പറയുന്നത് കേട്ട് സംയമനം പാലിക്കുക എന്ന് ഇത്തരത്തിലുള്ളൊരു തീരുമാനം തന്നെയാണ് യോഗത്തിലും എടുത്തിരിക്കുന്നത്. റിനു, തമിഴ്നാടിന്റെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ചെന്നൈയിലാണ് ഇത്തരത്തിൽ കൂടുതൽ മരണം പോലും സംഭവിച്ചിരിക്കുന്നത്. ചെന്നൈയിലാണ് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നതും ചെന്നൈയിലാണ്, കാറ്റ് കൂടുതലായി വീശിയതും ചെന്നൈയിൽ തന്നെയാണ്. മറ്റു ജില്ലകളിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ ഇല്ലെങ്കിൽ മറ്റു ജില്ലകളിലേക്ക് ആളുകളെ നീക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും സുരക്ഷ കണക്കിലെടുത്ത് നേരത്തെ ധന്യ പറഞ്ഞതുപോലെ ചെന്നൈയിലാണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള വെള്ളപ്പൊക്കവും മഴയും ഒക്കെ തന്നെ ജനങ്ങളെ സാരമായി ബാധിക്കുന്നത്. ചെന്നൈയിലെ കാഞ്ചീപുരം, തിരുവള്ളൂർ ജില്ലകളിലും അതുപോലെ തന്നെ അവിടുത്തെ കടലോര പ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടുതലായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പിന്നെ വർധയെ കുറിച്ച് പറയുമ്പോൾ ഏത് സമയത്തും അക്രമാസക്തമാകാം എന്നുള്ളൊരു കാറ്റ് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രാ തീരത്തേക്ക് അത് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം ജനങ്ങളെ വീണ്ടും അത് ബാധിക്കാം, തിരിച്ചു വരുമോ എന്നുള്ളത് ഒന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ കടലോര പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കടലോര പ്രദേശങ്ങളിലെ ജനങ്ങളെയാണ് ഇത്തരത്തിൽ മറ്റ് ജില്ലകളിലേക്കും അല്ലെങ്കിൽ സുരക്ഷാ മേഖലകളിലേക്കും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു, കോളേജുകൾ നടത്താനിരുന്ന പരീക്ഷ റദ്ദാക്കി. ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും, സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ മുൻകൈയെടുത്ത് തന്നെ പ്രാവർത്തികമാക്കുന്നുണ്ട്. വർധ കൊടും ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ ആഞ്ഞടിക്കുകയാണ്. വൻ നാശം വിതച്ചാണ് ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലൂടെ കടന്നുപോകുന്നത്. കനത്ത കാറ്റിലും മഴയിലും ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിൽ 2 പേർ മരിച്ചതായി തമിഴ്നാട് സർക്കാരിനെ ഉദ്ധരിച്ച് വാർത്തകൾ വരുന്നുണ്ട്. കൂടാതെ കെട്ടിടങ്ങൾ തകർന്നു, പല സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചു, മരങ്ങളെല്ലാം കടപുഴകി വീണുകൊണ്ടിരിക്കുകയാണ്. ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിൽ 9,400-ലധികം പേരെ മാറ്റി പാർപ്പിച്ചു. ആന്ധ്രയിലും ഇത്തരത്തിൽ ചുഴലിക്കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ട്. റിനു, ഏതെങ്കിലും കാരണവശാൽ ആന്ധ്രയുടെ ഭാഗങ്ങളിൽ കാറ്റടിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പോലെ കേരളത്തിന്റെ ഭാഗങ്ങളിലേക്കോ ഇല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ്, കർണാടക ആ ഭാഗങ്ങളിലേക്കോ കാറ്റടിക്കാനുള്ള സാധ്യതയോ ഇല്ലെങ്കിൽ മഴയ്ക്കുള്ള സാധ്യതയോ അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും തന്നെ അത്തരത്തിൽ ഒരു അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും കേരളവും അതുപോലെ തന്നെ അതിർത്തി സംസ്ഥാനങ്ങളെല്ലാം തന്നെ ജാഗരൂകരായിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറഞ്ഞതുപോലെ ആന്ധ്രയിലേക്ക് ഇപ്പോൾ വീശിയിരിക്കുകയാണ് വർധ ചുഴലിക്കാറ്റ്. ആന്ധ്രയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം അത് ആന്ധ്രയിൽ വീശും എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയാറായിട്ടില്ല. എങ്കിൽ പോലും ആന്ധ്രയിലും ഒപ്പം കേരളത്തിലെയും ആന്ധ്രയിലെയും തീരപ്രദേശങ്ങളിൽ കടലോര മേഖലയിൽ ജാഗ്രത പാലിക്കണം. കടലിൽ പോകുന്നവർ ജാഗരൂകരായിരിക്കണം. കടലിൽ 2 ദിവസത്തേക്ക് പോകാൻ പാടില്ല, മറ്റൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പോകാൻ പാടില്ല. അധികൃതർ പറയുന്നത് തന്നെ കേട്ട് ഇരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ചെന്നൈയിലെ വിമാനത്താവളം അടച്ചിരിക്കുകയാണ്, താൽക്കാലികമായിട്ട് അടച്ചിരിക്കുകയാണ്. ഒപ്പം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ
സർവീസിലുള്ളവർക്ക് വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന വകുപ്പുകളിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടും മറ്റ് അത്യാവശ്യ മേഖലകളിൽ സർവീസ് നടത്തേണ്ടവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സർവീസ് നടത്തേണ്ട രീതിയിലേക്കുമുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഏത് രീതിയിലും ഈ വാർധാ ചുഴലിക്കാറ്റ് നാശം വിതച്ചതിന് സംരക്ഷണം നൽകിക്കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് അവിടുത്തെ സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരും സർക്കാരും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോടൊക്കെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ രീതിയിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എല്ലാ രീതിയിലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി തന്നെയാണ് ചെന്നൈയിൽ തമിഴ്നാട് സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ധന്യ റിനു, ചെന്നൈ നഗരം സ്തംഭിച്ചിരിക്കുകയാണ്. കൂടാതെ കേരളത്തിലേക്കുള്ള ട്രെയിനുകളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുന്നു. വിമാനത്താവളങ്ങളിലും വലിയ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിമാനങ്ങൾ ഇപ്പോൾ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ചെന്നൈയിൽ കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാരെ തിരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? തമിഴ്നാട് സർക്കാർ എന്തായാലും ചെന്നൈയിൽ രാവിലെ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങിയ കാറ്റാണ് അതിവേഗത്തിൽ ആഞ്ഞുവീശി ജനങ്ങളെ ഇത്രയും അധികം ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്, ജോലിക്കായി പോകുന്നവരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരുണ്ട്. അവർക്കൊക്കെ തന്നെ സംരക്ഷണം നൽകും എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇതുവരെയും യാതൊരു തരത്തിലുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങൾ ചെറിയ രീതികൾ ചില പ്രാദേശിക മേഖലകളിൽ ഉണ്ടായതല്ലാതെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെയും അത് സർക്കാർ അത് സ്ഥിരീകരിച്ചിട്ട് പോലുമില്ല. ഇതുവരെയും അവിടെ ജോലി ചെയ്യുന്നവർക്കോ പഠിക്കുന്നവർക്കോ യാതൊരു അനിഷ്ട സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നേരത്തെ ധന്യ ചോദിച്ചതുപോലെ വിമാനത്താവളങ്ങളിൽ നിന്നും വിമാനങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു, അവിടെ വിമാനത്താവളത്തിലേക്ക് ഇറക്കുന്നില്ല. അത്തരത്തിലുള്ള എല്ലാ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്നുണ്ട്. ഇതുവരെയ്ക്കും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ മറ്റൊരു രീതിയിലുള്ള ഒരു പേടിയും ജനങ്ങൾക്കുണ്ടാവേണ്ട എന്നുള്ളതാണ് സർക്കാർ അധികാരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അവർ ജനങ്ങൾക്ക് നൽകുന്നതും അത്തരത്തിലുള്ള ഒരു കാര്യമാണ്. ധന്യ, ചെന്നൈ ഉൾപ്പെടെ വടക്കൻ ദേശങ്ങളിൽ വടക്കൻ ജില്ലകളിൽ 3 ജില്ലകളിലാണ് സ്കൂളുകൾക്കും കോളേജുകൾക്കും കൂടാതെ കമ്പനികൾക്കും സർക്കാർ ഓഫീസുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അവധി നൽകിയിരിക്കുന്നത്. പോണ്ടിച്ചേരിയിലും ഇത്തരത്തിൽ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. 67 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാൻ തുടങ്ങിയിട്ടുണ്ടെന്നുമാണ് അവസാനമായി ലഭിക്കുന്നത്. ഇത് വലിയൊരു നാശനഷ്ടത്തിലേക്ക് ഇല്ലെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? വലിയൊരു ദുരന്തം തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. 10,000-കണക്കിന് വൻമരങ്ങളാണ് കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ റോഡുകളിലേക്കും ഒക്കെ തന്നെ കടപുഴകി വീണിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി അതുപോലെ ഫോൺ ബന്ധങ്ങൾ ഇതൊക്കെ തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് റോഡിലിറങ്ങി നടക്കാൻ കഴിയാത്തൊരവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. റോഡിലേക്ക് ഇറങ്ങരുതെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് പെട്ടെന്നുണ്ടായ ഒരു അപകടമായതുകൊണ്ട് തന്നെ ആവശ്യത്തിന് വേണ്ടിയുള്ള ആഹാരങ്ങളോ ഒന്നും തന്നെ കരുതാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് റോഡിൽ ഇറങ്ങേണ്ട ആവശ്യകതയുണ്ട്. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അവർ തന്നെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ അതിനൊന്നും കഴിയുന്നില്ല. നേരത്തെ ധന്യ ചോദിച്ചതുപോലെ സുരക്ഷ കണക്കിലെടുത്ത് ചെന്നൈ അതുപോലെ തന്നെ കാഞ്ചീപുരം, തിരുവള്ളൂർ എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതലായിട്ട്, പോണ്ടിച്ചേരി ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ വർധ ആഞ്ഞു വീശിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ജില്ലകളിലെയും തീരപ്രദേശങ്ങളിലും കടലോര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകുന്നത്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. അണ്ണാ സർവകലാശാല ഉൾപ്പെടെയുള്ള സർവകലാശാലകൾ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സംരക്ഷണവും നൽകുന്നതിന് വേണ്ടി സർക്കാർ മുൻകൈ എടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പ്രാവർത്തികമാക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. ധന്യ, റിനു, ഇവിടെ മറ്റൊരു ഭാഗത്ത് ചില നിരീക്ഷകർ പറയുന്നത് ഇത് ഒരു പക്ഷേ സഹായകമായ ഇല്ലെങ്കിൽ മഴ കിട്ടാതിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഈ കാറ്റ് സഹായമാണ്. ഇത്തരത്തിൽ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യാനുള്ള സാധ്യതകളുണ്ട്, കൃഷിയിൽ വലിയ നഷ്ടം വരാൻ സാധ്യതയില്ല. ഈ രീതിയിലും സംസാരിക്കുന്ന ആളുകളുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാം? കാരണം ഇത്തരത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചുകൊണ്ട് മഴ പെയ്യുന്ന ആ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ മഴ പെയ്യുന്ന അവസ്ഥയിൽ കൂടി കൃഷിയാണോ
ആദ്യം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, അത്തരത്തിൽ പറയുന്നവരോട് തമിഴ്നാട് സർക്കാർ പോലും വേണ്ട രീതിയിലല്ല പ്രതികരിക്കുന്നത്. എങ്കിൽ കൂടി ആ രീതിയിലേക്ക് കാണുകയാണെങ്കിൽ മഴ കിട്ടുന്നതായിരിക്കില്ലേ? മറ്റു ജില്ലകളെ ചെന്നൈയെ അപേക്ഷിച്ച് മറ്റു ജില്ലകളിലെല്ലാം കൃഷി ചെയ്യുന്ന ജില്ലകളാണ്. അവരെ സംബന്ധിച്ച് ഇത് തീർച്ചയായും അവർക്ക് ഗുണം ചെയ്യുന്ന ഒരു കാറ്റ് തന്നെ ആയിരിക്കില്ലേ? നിരീക്ഷകർ ധന്യ പറഞ്ഞതിൽ കുറച്ചൊക്കെ നമുക്ക് വായിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കർഷകർക്ക് ജലം ലഭിക്കുക എന്നുള്ള ചില നിരീക്ഷകർ പറയുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് സർക്കാർ. നേരത്തെ പറഞ്ഞതുപോലെ കൃഷി എന്നുള്ളത് തമിഴ്നാടിന് പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. കാർഷിക മേഖലയാണ് ഏറ്റവും കൂടുതൽ ചെന്നൈയിൽ ഉള്ളത്. കൃഷിക്കാർ തന്നെയാണ്, കർഷകർ തന്നെയാണ് ചെന്നൈയിലുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായകമായി മാറുന്നത് തമിഴ്നാട്ടിലെ കാർഷിക മേഖല തന്നെയാണ്. ഇത്തരത്തിൽ വലിയൊരു കാറ്റ് വീശിയത് കൊണ്ട് അവർക്ക് ഗുണം ഉള്ളതുപോലെ അവർക്ക് ദോഷവും ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. മഴ ലഭിക്കാതിരുന്ന മേഖലയിൽ മഴ ലഭിക്കണമെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള മഴയും കാറ്റും കൃഷിയെ സാരമായി ബാധിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും കർഷകർക്ക് ഇത് സഹായകമാകും എന്നുള്ള നിരീക്ഷകരുടെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും കുറച്ചൊക്കെ അവരോടൊപ്പം നിൽക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും സർക്കാർ പറയുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് പ്രാധാന്യം നൽകുന്നത്. ഒരിക്കലും കാർഷിക മേഖലയ്ക്ക് ഗുണം എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടില്ല. സർക്കാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സംരക്ഷണവും ഏറ്റെടുത്തുകൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്ര തീരപ്രദേശങ്ങളിൽ, തമിഴ്നാട് ആന്ധ്ര മേഖലകളിലായിട്ട് 54 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അവരെ 10,000-കണക്കിന് ജനങ്ങളെ അവിടേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സുരക്ഷയൊരുക്കി, കാർഷിക മേഖലയ്ക്ക് ഗുണമെങ്കിൽ പോലും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കി ജനങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് സർക്കാർ. റിനു, മറ്റൊരു കാര്യം, ഭക്ഷണപ്പൊതികൾ 10,754 ഭക്ഷണപ്പൊതികൾ എല്ലാ സ്ഥലങ്ങളിലുമായി എത്തിച്ചിട്ടുണ്ട്. കാരണം കടകളൊന്നും ഹോട്ടലുകളൊന്നും തുറക്കാത്ത സാഹചര്യത്തിൽ ആളുകൾ നേരത്തെ ഇത്തരത്തിലൊരു കാറ്റടിക്കും, ഇല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ഇത്തരത്തിലൊരു കാറ്റ് രൂപപ്പെടുമെന്നൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ആരും ഭക്ഷണ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. എങ്കിൽ കൂടി എല്ലാ വീടുകളിലും ഇല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഭക്ഷണം എത്തിക്കുന്ന കാര്യങ്ങളും കൂടാതെ സുരക്ഷിതമായി പാർപ്പിടങ്ങളും ഒരുക്കി തമിഴ്നാട് ഗവൺമെന്റ് അവരെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇനിയും ഇതിന്റെ മുകളിലേക്ക് ഒരു വലിയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാർപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ തമിഴ്നാട് ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മലയാളികൾ ഉൾപ്പെടെ ചെയ്തതുപോലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്ഷണങ്ങൾ എത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ തമിഴ്നാട് നീങ്ങുന്നത്? ധന്യ, അത്തരത്തിൽ വലിയൊരു അപകടം ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടിൽ. രാവിലെ മുതൽക്ക് തന്നെ ചെറിയ രീതിയിലുള്ള കാറ്റ് വീശി തുടങ്ങിയപ്പോൾ തന്നെ വേണ്ട രീതിയിലുള്ള മുൻകരുതലുകൾ എടുക്കുവാൻ വേണ്ടി സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സർക്കാർ അധികാരികൾ, ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജനങ്ങളോട് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് എന്നാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളും വെള്ളവും മരുന്നുകളും ഒപ്പം തന്നെ എല്ലാ അവശ്യ വസ്തുക്കളും നിങ്ങൾ തന്നെ കരുതി വെക്കുക. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അവശ്യ സാധനങ്ങളും സർക്കാർ വക എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെയും അത് തികയാതെ വന്നിട്ടില്ല. അത്തരം ഒരു രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് പോയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥർ മുൻകൈയെടുത്ത് തന്നെ ചെന്നൈയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തി അവരുടെ ക്ഷേമൈശ്വര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ടുന്നുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകളാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇനി സ്ഥിതി മുന്നോട്ട് പോകുകയാണെങ്കിൽ, കാറ്റ് തുടർന്ന് വീശുകയാണെങ്കിൽ, ഇത്തരത്തിൽ വലിയ രീതിയിലേക്ക് അപകടാവസ്ഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ വേണ്ടുന്ന കരുതലുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. മുന്നോട്ട് പോവുകയാണെങ്കിൽ, അപകടാവസ്ഥ കൂടുതലാണെങ്കിൽ ഇനി എന്ത് എന്നുള്ള ഒരു മാർഗം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. സർക്കാർ അതിനുവേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തു എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. ധന്യ. റിനു, കഴിഞ്ഞ വർഷം ഇതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഡൈവിങ്ങിന് ആളുകൾ ഇല്ലാത്തതിനാൽ അത്തരത്തിൽ സേനയെ വിന്യസിച്ചപ്പോൾ പോലും ഡൈവിംഗ് പരിശീലക ഇല്ലെങ്കിൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളെ വിന്യസിച്ചില്ല എന്നൊരു പരാതിയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നിരുന്നു. കാരണം ഒരുപാട് പേരുടെ മുങ്ങിമരണത്തിനൊക്കെ കാരണമായിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സേനയെ, ഡൈവിംഗ് സംഘങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട്.
വേണ്ട രീതിയിലുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ദുരന്ത നിവാരണ സേനയെയും വിന്യസിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ജനങ്ങളോട് പ്രത്യേകിച്ച് സർക്കാർ അധികാരികൾ ഉദ്യോഗസ്ഥർ പറയുന്നത്, നിങ്ങൾ കൃത്യമായും ദുരന്ത നിവാരണ സേന പറയുന്നത് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിക്കണം. അവർ പറയുന്നത് അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ. നിങ്ങൾ ഒരു കാരണവശാലും ഒരു പടി പോലും അവർ പറയുന്നതിന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഇത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് നാം ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ദുരിതത്തെ നമുക്ക് കരകയറാൻ വേണ്ടി ശ്രമിക്കണം. അതുകൊണ്ട് സർക്കാർ വിന്യസിച്ചിരിക്കുന്ന ദുരന്ത നിവാരണ സേനയിലെ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ പറയുന്നത് കേൾക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ ഏത് അപകടത്തെയും തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും നേരത്തെ പറഞ്ഞ ദുരന്ത നിവാരണ സേനയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുങ്ങൽ വിദഗ്ധരെയും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള അപകടങ്ങളെയും പരിഹരിച്ചുകൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെയും സേനയിൽ വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ ദുരന്ത നിവാരണ സേനയെ ചെന്നൈയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മറ്റിനി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ സഹായങ്ങൾ എത്തുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, വലിയ രീതിയിലുള്ള സഹായഹസ്തങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഉള്ള എല്ലാ പരാതികളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഇപ്പോൾ എന്നൂർ, പാർവർക്കാട് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളോട് ജാഗരൂകരായിരിക്കണം എന്നുള്ളത് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അവര് വീടിന് പുറത്തിറങ്ങരുത്, പുറത്തിറങ്ങിയവരെയൊക്കെ തന്നെ അപകടം ഉണ്ടാവുന്ന സ്ഥലങ്ങളിലുള്ളവരെയൊക്കെ തന്നെ മാറ്റി പാർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള നിർദ്ദേശങ്ങളും സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ധന്യ. റിനു, 4 മണി വരെ ആരും പുറത്തിറങ്ങരുത്, ഇല്ലെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ള രീതിയിലായിരുന്നു സംസ്ഥാന സർക്കാർ ആളുകളോട് പറഞ്ഞിരുന്നത്. ചെന്നൈയിലെ ജനങ്ങളെല്ലാം തന്നെ വളരെ പേടിയിലുമായിരുന്നു 4 മണി വരെ. അതിനുശേഷം ഇപ്പോൾ അവിടെ അടിച്ചുകൊണ്ടിരുന്ന കാറ്റിൽ ചെറിയ വ്യത്യാസമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വടക്കൻ തമിഴ്നാട്, തെക്കൻ തമിഴ്നാട് മേഖലയിലെ മീൻപിടുത്തം വിലക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത 36 മണിക്കൂറത്തേക്ക് കടലിൽ മത്സ്യബന്ധനത്തിന് വേണ്ടി പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദുരന്ത നിവാരണ സേന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുരന്ത നിവാരണ സേന പറയുന്നത് അനുസരിക്കണം. ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥർ പറയുന്നത് അനുസരിച്ച് മാത്രം മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ 4 മണിവരെയും കാറ്റിന്റെ ശക്തി അതിവേഗത്തിലായിരുന്നു. എന്നാൽ ഇനി 1 മണിക്കൂർ കൂടി മാത്രമേ, ഏകദേശം ആ സമയം തീരാറായിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം 1 മണിക്കൂർ കൂടി മാത്രം കാറ്റ് വീശും, അത് അതിവേഗത്തിലായിരിക്കും. എന്നാൽ അത് ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ഒപ്പം നാളെ വൈകുന്നേരം വരെ മഴ ഉണ്ടാകും എന്നുള്ളത് കൂടി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ കാറ്റ് വർധ നമ്മുടെ ആന്ധ്രാപ്രദേശത്തിന്റെ തീരങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 67 കിലോമീറ്റർ വേഗത്തിൽ വീശിയ കാറ്റ് ഇപ്പോൾ ശാന്തമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആശ്വാസമായി പറയേണ്ടുന്ന ഒരു കാര്യം. ധന്യ. വർധ കൊടും ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ ആഞ്ഞടിക്കുന്നു. വംശനാശം വിതച്ചാണ് ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിലൂടെ കടന്ന് ആന്ധ്രയിലും ഇപ്പോൾ കാറ്റടിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ തകർന്നു, വൻമരങ്ങളടക്കമുള്ളവ കടപുഴകി വീണു. 2 പേർ മരിച്ചുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.